അപ്പോൾ എൻ്റെ ഫുഡ് ഇതാണ് കേട്ടാ. നോമ്പ് ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ. ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ്ങിൽ സ്വത്തു ബറാത്തിന് എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് അമ്മ ബറാത്ത് നോമ്പറക്കല് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓനക്ക് വേഗം ഒരു ദോശ ചുട്ടുകൊടുത്തു. ഓൻ ആ ദോശ കഴിച്ചു കേട്ടോ. എന്തായാലും ജ്യൂസ് ഉണ്ടാക്കാൻ ഓനാണ് മുന്നിൽ കേട്ടോ. അപ്പോൾ ഓനാണ് മുന്നിൽ ജ്യൂസ് ഉണ്ടാക്കണം, നമുക്ക് ബറാത്ത് നോമ്പല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓന് ദോശ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. എന്നും കഴിക്കാത്ത കുട്ടി പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ എനിക്കുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കണം കേട്ടോ. ഒരു മുട്ടയും ഒരു പഴവും കഴിക്കും കേട്ടോ നോമ്പറന്ന. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടക്കണ നേരത്ത് കുറച്ച് ചോറും കഴിക്കും കേട്ടോ. പിന്നെ കടികളൊക്കെ ഉണ്ടാക്കണ ഇൻട്രസ്റ്റ് ഉണ്ട്. മോളുണ്ട് കടികളും എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നു. എനിക്ക് എണ്ണക്കടികൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എണ്ണക്കടിമൊക്കെ അന്ന് നിന്നില്ല. നേരെ ഞാൻ ഫ്രൂട്ട്സ് എടുത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള അതും കഴിച്ചാൽ എൻ്റെ നോമ്പ് പറ ഉഷാറാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് ഞാൻ വത്തക്ക എടുത്തിട്ടുണ്ട്. വത്തക്ക എനിക്ക് നോമ്പാന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വത്തക്ക കട്ട് ചെയ്യാണ്. ഇന്ന് കളറില്ലാത്ത മത്തനാണ് കേട്ടോ. കളറില്ലാത്ത മത്തനാണ് ഇന്ന്. അങ്ങനെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റും അതേമാതിരി ഒരാപ്പിളും അര ലിറ്റർ കട്ടപ്പാലും കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നെ അടിപൊളി ജ്യൂസ് റെഡി കേട്ടോ. നല്ല ഹെൽത്തി ആയൊരു ജ്യൂസാണ്. നോമ്പിനൊക്കെ നിങ്ങളെല്ലാവരും ഡെയിലി ട്രൈ ചെയ്ത് നോക്കുക, ഒരു ക്ഷീണം കാണത്തില്ല. അങ്ങനെ ഇതും കുടിച്ച് ഒരു പഴം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഷാറാവും കേട്ടോ. ബാങ്ക് കൊടുക്കാൻ നേരത്താണ് കേട്ടോ ജ്യൂസൊക്കെ അടിച്ചത്. അങ്ങനെ ജ്യൂസ് അടിച്ച് കൊണ്ടേക്കാൻ നിൽക്കുമ്പോൾ നേരെ അതാ വന്നിട്ടുണ്ട് വൈഫൈ കണക്ഷൻ മഗ്‌രിബ് നേരത്ത്. അങ്ങനെ നോമ്പറ കുറച്ച് ലേറ്റായിട്ടോ. അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവന് പോയത് നേരെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. കടികളൊന്നും ഇല്ലെങ്കിലും എനിക്ക് പൊതുവേ നോമ്പ് നോറ്റാൽ എനിക്ക് കടികളൊന്നും താല്പര്യമില്ല. ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ട് അതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും സ്വത്തും കഴിക്കാനിരുന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്രാവശ്യത്തെ നോമ്പ് തുറക്ക് സുഹൃത്തായിട്ട് എൻ്റെ സ്വത്തോട് കഴിഞ്ഞ തവണ എനിക്ക് ഒറ്റക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ട് അങ്ങനെ ചെയ്യാന്നല്ലാതെ ഞാൻ ഒറ്റക്കാണ് ചോറ് കഴിച്ചിട്ടാണ് ചെയ്യലും. അങ്ങനെ നോമ്പ് അങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറക്കാൻ ഒത്തിരി വൈകി പോയിട്ടോ. ആ ചെക്കന് വന്ന് പോകാൻ വൈകി. അങ്ങനെ വൈഫൈ കണക്ഷൻ്റെ ആ ബോക്സ് ഇല്ല, അതൊക്കെ ഊരിയിട്ട് കൊണ്ടുപോയി. എനിക്ക് സെറ്റായില്ല കേട്ടോ. അപ്പോൾ ഓന് കൊണ്ടുപോയി. അതുകൊണ്ട് ലൈവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷീണത്തിന് നല്ലതാണ് കേട്ടോ. ബൂസ്റ്റ് ഇട്ടിട്ട് ഒരാപ്പിൾ ഇട്ടിട്ട് പാലൊഴിച്ച് ഇങ്ങോട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നോമ്പിന് ഒരു ക്ഷീണം കാണൂല. അത്രക്കും നല്ലത്. എനിക്കൊരു ജ്യൂസ് മാത്രം കിട്ടിയ ഒരു പെട്ടോ ക്ലാസ് പെട്ടു. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയോ, നോമ്പിന് ചോറില്ലേലും കുഴപ്പമില്ല കേട്ടോ. പഴം കിട്ടിയാൽ മതി, ഞാൻ നോമ്പ് വെക്കും. പഴം ഉണ്ടെങ്കിൽ നല്ലൊരു ഉന്മേഷമാണ്. പക്ഷെ പഴം ഇല്ലാത്തൊരു ദിവസം വെറും ചോറ് വെച്ചിട്ടില്ല നോമ്പില്ല, ഞാനങ്ങനെ എടുക്കാറില്ല. കാരണം എനിക്ക് ചോറും കൊണ്ട് നോമ്പ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പഴം കിട്ടിയിട്ടില്ല ഈ നോമ്പ് നോക്കാൻ സാധിക്കത്തില്ല. ജ്യൂസ് എന്തായാലും അടിപൊളി.
ഇഷാ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡിന് എന്താ കൂട്ടാനെന്ന് അറിയാം, നല്ല തേങ്ങ അരച്ച് മാന്തളും കൊണ്ടൊരു കറി ഉണ്ടാക്കി. അങ്ങനെ മാന്തൾ പൊരിച്ചതും പയറുപ്പേരും അച്ചാറും ആണ് കേട്ടോ എന്നിട്ട് എൻ്റെ ഫുഡിൻ്റെ സ്പെഷ്യലും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ നോമ്പിൻ്റെ വിശേഷങ്ങളും. ഇത് ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.